ലഭിച്ച ഈ കൂട്ടായ്മ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മളോട് കൂടെ പ്രിയപ്പെട്ട സാമച്ചനുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. ദൈവത്തിന്റെ വലിയ കരുണയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛനിലൂടെ കോയമ്പത്തൂരും ഇപ്പോൾ ചെന്നൈയിലും നടത്തപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. പ്രിയപ്പെട്ട അച്ഛൻ, കൊച്ചമ്മ, അനറ്റ് കൊച്ചമ്മ, പ്രിയ കുഞ്ഞൻ, അവരും ഇന്ന് നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. പ്രിയപ്പെട്ട അച്ഛനെ പരിചയപ്പെടുത്തിട്ട്, അച്ഛനെ ബെറൂച്ച് ഇമ്മാനുവൽ മാർത്തോമ്മ ഇടവകയാണ് അച്ഛന്റെ മദർ പാരിഷ്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് പ്രിയപ്പെട്ട അച്ഛന്റെ സെമിനാരി പഠനം, പട്ടുംകൊട, വിവാഹം എല്ലാം തന്നെ നടത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു അനുജനെ പോലെ ഒന്നിച്ചു നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ആ ഒരു വലിയ ബലമൊക്കെ അനുഭവിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനെ കുറിച്ച് നല്ല സ്നേഹത്തിന്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അച്ഛനെ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ദൈവത്തിന്റെ ധാരാളം നടത്തിപ്പ് അനുഭവിപ്പാനായിട്ട് അച്ഛനിടയായി. പ്രത്യേകിച്ച് അച്ഛനെ ശുശ്രൂഷ ആരംഭിച്ചത് കോയമ്പത്തൂർ മാർത്തോമ്മ ഇടവകയുടെ സഹവികാരിയായിട്ടാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അവിടെ എഞ്ചിനീയറിംഗിൽ തന്നെ അവിടെ തന്നെയുള്ള യൂത്ത്സിന്റെ ഇടയ്ക്ക് ചാപ്ലൈനായിട്ട് അച്ഛൻ പ്രവർത്തിക്കുകയുണ്ടായി. അവിടെ ഒരു ചാപ്പല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാനായിട്ട് അവിടെ ഒരു അനുഗ്രഹീതമായ രീതിയിൽ ആ യുവജനങ്ങളുമായിട്ടൊക്കെ ഇടപെടുവാനും അവരെ ദൈവഭാഗത്തേക്കൊക്കെ നിലനിർത്തുവാനും ഒക്കെ പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഇടയായി. അതുകൊണ്ട് അച്ഛനെ കൊച്ചമ്മയുടെ സ്ഥലം ബറോഡയാണ്. അവർക്കൊരു കുഞ്ഞുണ്ട്. അച്ഛന്റെ ഫാമിലി, പേരൻസും സഹോദരിയും ഒക്കെ ഇപ്പോഴും ബറൂച്ചിൽ, ഗുജറാത്തിലുണ്ട്. അച്ഛനിപ്പോൾ കുടുംബമായിട്ട് ചെന്നൈയിൽ താമസിച്ച് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ കുടുംബമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനാണ് നമ്മളോട് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. നമ്മളോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനത്തിന്റെ യൂത്ത് ചാപ്ലൻ ആയിരിക്കുന്ന റോബിൻ സാറ് നമ്മളോട് കൂടെ ഉണ്ട്. സാറും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. അതെ അതെ അതെ, വെൽക്കം. സാറിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി ഈ ആളുകളിലൊക്കെ യൂത്ത്സിന്റെ ഇടയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സാംജി, ബിഷപ്സ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന, സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സാംജി നമ്മളോട് കൂടെയുണ്ട്. പല ഇടവകളിൽ നിന്നും പല നമ്മുടെ സ്നേഹിതരായ, നിങ്ങളുടെയൊക്കെ തന്നെ സ്നേഹിതരായിട്ട് പല ആളുകളും ഈ നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സംബന്ധിക്കുന്നതിൽ പ്രത്യേകിച്ച് ഹെബ ജെറുസലേം മാർത്തോമ്മ യുവജന സഖ്യത്തിന് പ്രത്യേകമായ സന്തോഷമുണ്ട്. യുവജന സഖ്യത്തിന്റെ പേരിൽ, ചുമതലക്കാരുടെ പേരിൽ നിങ്ങളുടെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാമച്ചൻ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ജെയ്സൺ ദൈവവചനം ബൈബിൾ റീഡ് ചെയ്യും. ജെയ്സൺ. Today's Bible reading is taken from Exodus chapter 20 verse 1 to 20. Exodus 20, 1 to 20. And God spoke all these words. I am the Lord your God, who brought you out of Egypt, out of the land of slavery. You shall have no other gods before me. You shall not make for yourself an image in the form of anything in heaven above, or on earth beneath, or in the waters below. You shall not bow down to them or worship them. For I, the Lord your God, am jealous God, punishing the children for the sin of the parents to the third and fourth generation of those who hate me, but showing love to the 1,000 generations of those who hate me and check it. Hello. ജെയ്സൺ വായിച്ചോ, കേൾക്കാം. But showing love to 1,000 generations of those who love me and keep my commandments. You shall not misuse the name of the Lord your God, for the Lord will not hold anyone guiltless who misuses his name. Remember the Sabbath day by keeping it holy. 6 days you shall labor and do all your work, but the 7th day is a Sabbath to the Lord your God. On it you shall not do any work, neither you nor your son or daughter, nor your male or female servant, nor your animals, nor any foreigner residing in your towns. For in 6 days the Lord made the heavens and earth, the sea, and all that is in them. But he rested on the 7th day. Therefore the Lord blessed the Sabbath and made it holy. Honor your father and your mother, so that you may live long in the land the Lord your God is giving you. You shall not murder.
You shall not commit adultery. You shall not steal. You shall not give false testimony against your neighbor. You shall not covet your neighbor's house. You shall not covet your neighbor's wife, or his male or female servant, his ox or donkey, or anything that belongs to you, your neighbor. When the people saw the thunder and lightning, and heard the trumpet, and saw the mountain in smoke, they trembled with fear. They stayed at a distance and said to Moses, "Speak to us yourself, and we will listen, but do not have God speak to us, or we will die." Moses said to the people, "Do not be afraid. God has come to test you, so that the fear of God will be with you to keep you from sinning." That's the reading. സാമച്ചൻ. Thank you. Acha, audible ano? Yes, yes. Thank you so much. ഞങ്ങളെല്ലാം Praise- മ്യൂട്ട് ആയിരിക്കും, അച്ഛൻ മാത്രമേ ഉള്ളൂ. Yeah, fine. Praise in the name of our Lord and Savior Jesus Christ. ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഏറ്റവും ആദരണീയനായ പ്രിൻസ് ഗോരാച്ചൻ, ആനി കൊച്ചമ്മ, നന്മ, നീതി, ബാംഗ്ലൂർ ഹെബാൽ മാർത്തമ്മ ഇടവകങ്ങൾ, പ്രത്യേകിച്ച് യുവനസംഘങ്ങൾ, റോബിൻ സാർ, സാംജി, സനു ജോസഫ്, and everyone who are here. 42 participants are here. ഏകദേശം 42 participants are there, and I'm really so happy to see this much or this many participants are there for the youth meeting. അത് ദൈവത്തെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഓടി പോയപ്പോൾ വീഡിയോസ് നോക്കിയപ്പോൾ അതിൽ one of the youth member, I think Joseph Shibu, he is driving, I think, and while driving itself he is also participating in this youth meeting. അത് തന്നെ മനസ്സിലാക്കും നമ്മുടെ ആ ഒരു ഇടവകയിലെ യുവനസിഖ്യത്തിന്റെ തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ യുനെസ്കോ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഒരു വ്യഗ്രത എത്രമാത്രമുണ്ട്. ആൻഡ് ഐ പ്രൈസ് ഗോഡ് ഫോർ ദ ഹെബാൽ മാർത്തോമ യൂത്ത്സ്. അച്ഛന്റെ ഒരു നേതൃത്വം ഏറ്റവും അനുഗ്രഹമാകുന്നെന്ന് പറയാൻ ഒരു സംശയമില്ല. പെട്ടെന്ന് രണ്ടു കാര്യം പറഞ്ഞിട്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് വരട്ടെ. പ്രിൻസ് കൊറാച്ചൻ ഞങ്ങളുടെ ഇടവക വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്ത വൈദികനാണ്. ഐ എം ഫോർച്ചുനേറ്റ് ആൻഡ് അൺഫോർച്ചുനേറ്റ് ബോത്ത് ടുഗദർ. Why I am fortunate? അച്ഛനെ പോലൊരു വ്യക്തി ഞങ്ങളുടെ ഇടവക ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഫോർച്ചുനേറ്റ്. കാരണം he is a മൽപ്പാൻ അച്ഛൻ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ അച്ഛൻ ഒരു മൽപ്പാൻ അച്ഛനാണ്. മൽപ്പാൻ മീൻസ് വൺ ഹു ട്രെയിൻസ് ദ ടീച്ചർ. അച്ഛന്റെ സൂറത്ത് എന്ന സ്കൂളിൽ അച്ഛൻ പ്രവർത്തിക്കുമ്പോൾ ഏകദേശം 14 സ്റ്റുഡൻസ് സ്റ്റഡീഡ് അണ്ടർ അച്ഛൻ, ആൻഡ് ഓൾമോസ്റ്റ് എവ്രിവൺ ഹാവ് ബിക്കം അച്ഛൻസ്, ആൻഡ് ദേ ആർ സെർവിംഗ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന 14 പേര് യുവാക്കൾ ഇന്ന് വൈദികരായിത്തീർന്നു. ഇപ്പോൾ അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇന്ന് സാനു ജോസഫ് is also there to be with അച്ഛൻ and studying under him, and that's why he is a Malpan trainer. വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം എന്റെ ഓർഡിനേഷൻ, അതിനുശേഷം 12th ജൂലൈ എന്റെ ആദ്യത്തെ കുർബാന ശുശ്രൂഷ, അതിനെല്ലാം അച്ഛനാണ് എന്നെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തത്. പ്രത്യേകിച്ച് on 12th July when I was about to take my first communion service, I was going to give first communion service. Achan was literally not at all healthy. Achanu ശാരീരികമായ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. And on Saturday, that is 11th of July, I till now cannot forget from my memories. അച്ഛനെ പള്ളിയിൽ കയറാൻ പ്രയാസമാണ്. കാലും കൈയും വലിച്ചുകൊണ്ടാണ് അച്ഛൻ കയറുന്നത്. അങ്ങനെ കയറി വന്ന് മദ്ബ എന്നുകൊണ്ട് ശുശ്രൂഷ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്റെ വിവാഹ സമയത്തൊക്കെയും അച്ഛന് ആക്സിഡന്റ് ആയി. എന്നാലും പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളും എല്ലാ കാര്യങ്ങളും അച്ഛന് ക്രമപ്പെടുത്തിയിട്ടാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ വിശ്രമിക്കുകയാണ്. ഐ എം റിയലി ഹാപ്പി ദാറ്റ് അച്ഛൻ വാസ് ദയർ ആസ് വികാർ ഓഫ് മൈ പാരിഷ്. 12 ഡിസൈപ്പിൾസിന്റെ ക്ലാസ്സുകളൊക്കെയും പലയിടത്തും ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പം 12 ഡിസൈപ്പിൾസ് ക്ലാസ് എടുത്താലും പ്രിൻസ് കൊറാച്ചൻസ് നെയിം വിൽ ബി ദയർ അമംഗ് ദ 12 ഡിസൈപ്പിൾസ്. എപ്പോൾ എടുത്താലും ദ എക്സാമ്പിൾ വിച്ച് എവർ ഐ സേ ടു പീപ്പിൾ ദ പ്രിൻസ് കൊറാച്ചൻസ്. I am also unfortunate കാരണം I am not among that 14 to be trained under Achan. I am not among the 14 to be trained under Achan. So I consider myself as unfortunate for that. But I thank God that I had a relation with Achan during those days. Thank you so much, Acha. Kochuma നൽകിയ ഒരു വലിയൊരു സ്നേഹബന്ധത്തിന് വേണ്ടിയും ആ ഒരു വലിയ കൂട്ടായ്മകൾക്ക് വേണ്ടിയും നന്ദി അറിയിക്കുന്നു. And all the youth members, we will go through a small study. In a limited time, we have 30 minutes of time. I'll try to wind up by 7:30 p.m. The study. Exodus 21 to 20 will take from 2 till 17. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗമാകുന്നു 10 കൽപ്പനകൾ. I just mentioned it as a decalogue.
Many of you may know the meaning of Decalogos. It's Deca means 10, Logos means word. 10 വാക്കുകൾ, 10 words, 10 commandments. So it's almost like I'm trying to merge the new and OT together. അത് വെച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനോട് പരീക്ഷകർ ചോദിച്ചു, which are the most important commandments? Which are the most important commandments? And Jesus said, Matthew chapter 22, verses 36 to 39. Anyone can read. One of you can please volunteer and read 22, 26 to 39. എളുപ്പമായിക്കോട്ടെ, പെട്ടെന്നായിക്കോട്ടെ. Matthew 26, 39. Should I ask someone to read? നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പേര് പറയണോ? Can anyone please fast read Matthew 22, 36, 39? I can see here Tasha Susan Soni. Can you read? Just unmute yourself. Can you just unmute? Yeah. Matthew 22, verses 36 to 40. Am I right, Achin? 36 to 39 is fine. Okay, 36 to 39. Teacher, which is the greatest commandment in the law? Jesus replied, love the Lord your God with all your heart and with all your soul and with all your mind. This is the first and greatest commandment. And the second is like it, love your neighbor as yourself. That's the commandment. രണ്ട് കൽപ്പനകൾ. Love the Lord your God with all your heart, soul, mind, and strength. This is the first commandment. And second is, love your neighbor as you love yourself. You know, ഈ 10 കൽപ്പനകൾ, the 10 commandments is been said in 2 commandments. രണ്ട് കൽപ്പനയായിട്ട് യേശു ക്രിസ്തു പറയുമ്പോൾ, the first commandment you will see, it's a relationship with a God. Love your God, love your Lord with all your heart, your mind, your soul, your strength. It's a relationship with God. And the second commandment is like love your neighbor as yourself. It's the relationship with others. It's our relationship with others. So 2 commandments. My relationship with God, my relationship with others. ഇത് തന്നെയാണ് 10 കൽപ്പനകൾ. When you see the 10 commandments, we are studying the 10 commandments. The first 4 commandments are my relationship with God. The next 6 commandments are my relationship with others. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞ 10 കൽപ്പനകൾ ക്രോഡീകരിച്ച് രണ്ടായിട്ട് പറയുന്നത്. Now, when we are about to go and study the 10 commandments, can I ask, first of all, boys, how many of you know the 10 commandments? Just in the വേദപുസ്തകം അടച്ചു വെക്കാം, please. All of you, just close the Bible. And those who know the 10 commandments can please raise your hands and say. അതിന്റെ ഒരു ലൈനിൽ പറയുന്ന ഒരു ഇതില്ല, നിർബന്ധമില്ല. എന്നാൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോയാൽ കുഴപ്പമില്ല. 10 commandments in a line പറയണമെന്നില്ല. 10 commandments. You know, we all learned it in Sunday school. This is not a Sunday school class, but let's നമ്മുടെ മെമ്മറിക്കകത്ത് കിടക്കുന്ന പൊടി ഒന്ന് തട്ടിയെടുക്കാം. Anybody from boys can please volunteer and raise your hand and say. ഞാൻ ആരുടെയും പേര് വിളിക്കുന്നില്ല കേട്ടോ. ഇതാണ്ട് ഞാൻ പേര് വിളിക്കുന്നില്ല. 10 commandments. Boys, then I'll come to girls. So everyone please keep your Bible closed. Many of your videos are off. കാരണം എന്നെ അച്ഛൻ വിളിക്കരുത്, ഞാനാണെങ്കിൽ വേദസ് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാതിരിക്കാൻ വേണ്ടി വീഡിയോ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. That's fine. Anybody? Boys? Yeah, Joseph. You shouldn't have any idols. I'm the Lord. Shiju Joseph. Yeah. Anyone. ഒരാൾ പറഞ്ഞാൽ മതി. I'm the Lord your God. You shall have no other God. First, yeah. You shall not steal. Yes. You shall not commit adultery. Right. Respect your father and mother. Correct. Remember the holy day. Yes. Observe Sabbath. Keep it holy. Yeah. I don't know the order. That's good. Very good. Thank you so much. He needs a huge round of applause of us. At least, he said 5 of them. Shiju Joseph, do you want to say? Do you want to add it up? Shiju Joseph, do you want to add it up?
Shiju, okay. That was the only thing I also had to tell. Fine. Okay, girls. Now let's see how's your memory. 10 commandments. If you can say all the 10 or whichever you remember. ഓർക്കെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാം 10 പറയാൻ നിർബന്ധമില്ല. The boys knows at least 5. You shall not take the name of Yeah, the yeah, Lord Casey, your yeah. God in vain. Yeah. Praise will say, then Casey will say. Yeah, praise. You shall not take the name of the Lord your God in vain. Right. Easy. So you are adding up, huh? Okay, fine. Casey, yeah. I'll add up. You should not covet your neighbor's property. Okay. You shall not commit adultery. Right. Honor your father and your mother. You shall not have any other gods before me. Right. You shouldn't worship any idols. Right. You shouldn't steal. You should not Yes. murder. Yeah. Who observe the Sabbath day. Yes. And that's it. That's Love fine. your 8. neighbor. Reuben, yeah, you were adding it up, huh? That's fine. But Casey also need a huge round of applause for 8 of them. Thank you so much, Casey. Thank you. ഈ 10 കൽപ്പനകൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. വീണ്ടും നമ്മൾ ഓർപ്പിക്കാൻ പോവാണ്. You all know we are just going to rub the dust on your memory. That's it. And you are going to learn all the 10. And I'll ask everyone, and the boys and girls will say the 10 commandments after the class. So by 7:30, I'm planning to wind it up. We're almost going away from that. Let's have a small BG, background study on the whole topic. Here, study nokumbam. Before coming to Exodus 20, we need to come to Exodus 19 before coming to Exodus 20. But Israelites, they reached near the Mount Sinai. They were camping at desert Sinai in front of the Mount Sinai. Here, God promised them covenant with Israel. God promises and makes a covenant with Israel. That is Exodus chapter 19, 5, 6. Exodus chapter 19, 5 and 6. I'll read it up. Exodus 19, 5, 6. Now, therefore, if you will indeed obey my voice and keep my covenant, you shall be my treasured possession among all peoples, for all the earth is mine, and you shall be to me a kingdom of priests and a holy nation. That's a promise. You know, if you follow all these commandments, you will be, first of all, treasured possession of God. Second, you will be the priestly kingdom. Third, you will be the holy nation. ഈ 10 കൽപ്പന പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. These are the promises that God has given. If you obey these laws, you will get these things. You will be treasured possession, wealth of God. You will become the priestly kingdom. And third, you will be the holy nation. Let's start with the 10 commandments. First, worship no God but me. അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്. Worship no God but me. Verse 3. Why worship no God but me? There is 2 things. Position of God, provision of God. Position of God and provision of God. Position of God. God is the creator of this earth. എല്ലാം സർവ്വതും സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ എല്ലാവരും. ഈ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചു. God is a God of history. That's the position of God. Then the provision of God is this God delivered Israel from Egypt. That's the provision of God. This God delivered the Israel out of slavery. That's the provision of God. This God is delivering you and me from the sin, slavery of sin. That's the provision of God. So position of God is there, provision of God is there. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. Do not worship any other God. Do we worship any other God? ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചാൽ, do you worship any other God? Everyone will say no, we don't worship any other God. ഞങ്ങൾ ഒരു ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നത്. We have no other gods. Then let me put across to you. Let's all check one thing. Where do you spend your more time? Where do you spend your more money? എവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? എവിടെയാണ് ഏറ്റവും കൂടുതൽ പണം ഞാൻ ചെലവഴിക്കുന്നത്? That has become my God. That is what I like the most.
something which I like the most always become nearer to me, God concept for me. Where do I spend more money? Where do I spend more time? അവിടെയാണ് worship no God but me. ദൈവം പറയുകയാണ് worship no God but me. Second is to not worship idol. വിഗ്രഹ ആരാധന ചെയ്യരുത്. To not worship idol. Verse 4. നമ്മൾ ഈ രണ്ട് കമാൻഡ്മെന്റ്സ് ഒന്ന് പഠിക്കുമ്പോഴേ ഫസ്റ്റ് കമാൻഡ്മെന്റ് ആൻഡ് ദ സെക്കൻഡ് കമാൻഡ്മെന്റ് ശരിക്കും കെയർഫുൾ ആയിട്ട് വായിച്ചില്ലെങ്കിൽ we will find both are same. The second is similar to first one. Worship no God but me. അല്ലെങ്കിൽ രണ്ടാമത് worship no idol. Both are same. There's a difference. The first commandment says we are to worship one true God, while the second commandment says how we are to worship the one true God. The first commandment says we are to worship one true God. The second commandment says how we are to worship the one true God. ഇവിടെ do not worship idol എന്ന് പറയുമ്പോൾ the I word is there. Idol start with I word, the sin word, I word, ഞാൻ എന്ന ഭാവം വരുമ്പോൾ do not worship idol. എന്റെ ദൈവത്തെക്കാളും അധികമായി ഞാൻ ആരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ that becomes an idol worship. If I worship anything, if I love anything more than God, it becomes an idol worship. We get money, name, power, and fame from God. We get everything from God. We forget the creator and we always run behind the creation. നമ്മൾ സൃഷ്ടികർത്താവിനെ മറന്നു പോവുകയും ഈ സൃഷ്ടിയുടെ പുറകെ ഓടുകയും ചെയ്യും. We forget the source and we always are behind the output. എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. We by mistake worship idols. We create idols by ourselves. We love something more than God. We create idols ourselves. Worship no idol. First was let's all നിങ്ങൾ lip sync ചെയ്താൽ മതി. Lip sync ചെയ്താൽ മതി. Audio on ആക്കണമെന്നില്ല. Lip sync. What was the first commandment? Worship no God but me. Second, do not worship idol. Two commandments done. The third commandment is do not take my name in vain. എന്റെ നാമം വൃഥ എടുക്കരുത്. Do not take my name in vain. Verse 7. When do we take the name of God in vain? See, whenever we do something and we say God's promise, that's we take the name in vain. നമ്മൾ 2-3 പേര് ഒരു കോൺവെർസേഷൻ ആകുമ്പോൾ ബിസിനസ് ഡീലിംഗിലേക്ക് കയറുമ്പോൾ I promise in the name of God. എന്നാൽ അത് അറിയാതെ മാറി പോകുമ്പോൾ it's taking the name of God in vain. I just add up a small story of Alexander the Great. Alexander the Great, he was a powerful leader and a soldier. Once, in Alexander the Great, his team, one soldier was caught for deserting the battle. ഈ ബാറ്റിലിനെ ഡിസേർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ അടുത്ത് കൊണ്ടുവന്നു. Then Alexander asked him, young boy, what is your name? That boy said, Alexander, sir. Now Alexander became furious and again he asked, young boy, what is your name? He said, Alexander, sir. Here Alexander became frustrated. കാരണം ചോദിക്കുമ്പോൾ വീണ്ടും പുള്ളി അലക്സാണ്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക. Third time again he asked, young boy, what is your name? Young man, what is your name? He said, sir, my name is Alexander. So Alexander പറഞ്ഞ വാക്ക് ഇപ്പോഴാണ്, well, either change your ways or change your name. Either change your ways or change your name. Alexander the Great was known leader, a known soldier. അദ്ദേഹത്തിന് പേരെടുത്തുകൊണ്ട് അത് ആ പേര് വെച്ചുകൊണ്ട് പോകുന്ന വഴികൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയല്ല. Here God says, do not take my name in vain. എന്റെ നാമം വൃഥ എടുക്കരുത് എന്ന് പറയുന്നു. Now, can we go to the first 3 commandments? First was, do not worship no God but me. Second, do not worship. And third is, not take my name in vain. Fourth commandment, നാലാമത്തെ commandment, observe Sabbath and keep it holy. Very important. The fourth one, observe Sabbath and keep it holy. Verse 8. Sabbath എന്ന വാക്കിന്റെ അർത്ഥം stop. Holy എന്ന വാക്കിന്റെ അർത്ഥം separate. Keep stop and keep it separate. This is a day of rest. ഈ Sabbath എന്ന് പറയുന്ന day of rest is reflecting on God's provision. നമ്മൾ ഒരു സാബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞായറാഴ്ച സാബത്ത് എടുക്കാം. എന്നാൽ ജൂയിഷ് കസ്റ്റമേഴ്സ് ഇറ്റ്സ് നോട്ട് സാബത്ത്, ഇറ്റ്സ് നോട്ട് സൺഡേ. എന്നാൽ നമ്മൾ ഞായറാഴ്ച സാബത്തായിട്ട് കടന്ന് ഇപ്പൊ സംസാരിക്കുമ്പോൾ സാബത്ത് സൺഡേ പള്ളി വരുമ്പോൾ എപ്പം പള്ളി വരും? We need to imagine that. We need to think that. What is the timing when I come to church? അവിടെ സമയം എത്ര മണിക്കാണ് സർവീസ് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ 9 മണിക്ക് ശുശ്രൂഷ തുടങ്ങുവാണ്. Just 9 AM.
എത്ര മണിക്ക് ഞാൻ പള്ളിക്കകത്ത് കയറുന്നു? സാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം പള്ളിയിൽ എത്ര മണിക്ക് ഞാൻ കയറുന്നു? ഡു ഐ ഹാവ് ദ ടൈമിങ്? എത്രമാത്രം ഇൻവോൾവ്മെന്റ് എനിക്ക് പള്ളിയിലുണ്ട്? പള്ളിയിൽ വന്നു, ശുശ്രൂഷ കണ്ടു, കുർബാന കൈകൊണ്ടു, തിരിച്ചു പോയി. അച്ഛനെ ഒന്ന് കാണുകയും ചെയ്ത്. കാരണം ഇനി അച്ഛനെ കണ്ടുപോയാൽ അച്ഛൻ വരെയുള്ള പണി തന്നാലോ, അതുകൊണ്ട് അച്ഛനെ നോക്കത്തില്ല, അച്ഛനെ കാണാൻ പോകത്തില്ല. അതുകൊണ്ട് ബീങ് ഓൾവേസ് ദ സേഫ് സോൺ. ആൻഡ് ഞാൻ മിക്കവാറും ചിന്തിക്കാറുണ്ട്, ഈ സമയത്ത് വരാത്തവർക്ക് വേണ്ടി പള്ളിയിൽ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചാലോ എന്ന്. വി ഹാവ് പഞ്ചിങ് മെഷീൻ അറ്റ് ഓഫീസസ്. അവിടെ പഞ്ചിങ് മെഷീൻ വെച്ചാൽ 9 മണിക്ക് ജോലി കയറണമെങ്കിൽ ഇഫ് ഇറ്റ്സ് 9:01 the salary will be deducted. അങ്ങനെ ആകുമ്പോൾ ഈ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഈ സമയം അനുസരിച്ചേ ഉള്ളൂ. പള്ളി എത്രമാത്രം സമയം വന്നു, പ്രാർത്ഥന എത്രമാത്രം സമയം കണ്ടെത്തി, അതനുസരിച്ച് കയറാൻ പറ്റത്തുള്ളൂ എന്നൊരു ഒരു പുറപ്പാടുണ്ടാകുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം സമയത്തിൽ പള്ളിയിൽ കയറും. That should be a punching machine. അത് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകേണ്ട കാര്യമാണ്. പഞ്ചിങ് മെഷീൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ പള്ളിയിൽ നമുക്ക് കയറാൻ സാധിക്കുമോ എന്ന്. We need to think, how are we observing the Sabbath and keeping it holy? See, I have seen some sacramental Christians. Sacramental Christians. What is sacramental Christians? ഒന്ന്, ബാപ്റ്റിസം സമയത്ത് പള്ളിയിൽ കയറും. രണ്ടാമത്, ഹോളി കമ്മ്യൂണിയൻ സമയത്ത് പള്ളിയിൽ കയറും. മൂന്ന്, മാരേജ് കല്യാണ സമയത്ത് പള്ളിയിൽ കയറും. പിന്നെ എഴുതി നോക്കിയാലും കാണത്തില്ല ആളെ. You won't see that person, They are very busy. They'll come for baptism, then they will come for Holy Communion service, then they will come for marriage. അതിനുശേഷം ആ വ്യക്തിയെ കാണത്തുപോലില്ല. That's what I say. How are we observing the Sabbath? How are we saying the church? നമ്മൾ എത്രമാത്രം പള്ളിയിൽ പോകുന്നുണ്ട്, സമയം ചെലവഴിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ഇടവകയിൽ വരുന്ന അച്ഛൻ, കൊച്ചുമ്മ, മക്കൾ, അവരുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്. That's we need to think. Observe Sabbath, keep it holy. The first command was worship no God but me. Second, do not worship idol. Third, do not take my name in vain. Fourth, observe Sabbath, keep it holy. Fifth one, നമ്മളിപ്പം 4 കഴിഞ്ഞപ്പോൾ it was actually command 1 to 4 is relationship with God. Now we are going to study the relationship with others. Fifth one, obey your parents. Respect your parents. Obey your parents. Our parents love us. They sacrifice their life for us. How much are we loving our parents? Once when you were kids, your parents were leading you. Your parents I have a daughter of 20 months. She will just catch and she will walk with me. That's the time. And now it's a time when what happens? When we grow up, we also sometimes catch our parents' hand. And where are we leading them? We have seen that. They have been led to the old age homes. They are led to the old age homes. Karanam, my home has no space for them. My home is a small home. There is no space for them. അവിടെ സ്ഥലമില്ലാതെ വന്നിരിക്കുന്നു. അപ്പോൾ അവരെ നേരെ കൊണ്ടുവന്ന് ഓൾഡ് ഏജ് ഹോമിലേക്കാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത് ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലിയിലെ ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ the whole idea is we give them preference, we give them weightage and opinion. അവിടെ എടുക്കുമ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്ഛാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സമയം കഴിയാറായോ? മീറ്റിംഗ് ഉണ്ടോ ഇപ്പം? ഇല്ല. Fine, then I'll just go in that way. Here it's like, what is the idea behind this? How much you love your parents. അവർക്ക് എത്ര preference കൊടുക്കുന്നുണ്ട്, അവർക്ക് എത്ര weightage കൊടുക്കുന്നുണ്ട്. Do we honor them? ഈ ഒരു commandment, this has a condition also. If you have read that, this commandment, that's verse 12, there's a condition. What is the condition? If you obey your parents, if you love your parents, you will have a long life. നിനക്ക് ദീർഘ ആയുസ് ലഭിക്കാൻ വേണ്ടി നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. There's a commandment with a condition. നിനക്ക് ദീർഘ ആയുസ് ലഭിക്കാൻ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. Love your parents to have a long life. We'll come to the sixth one. Do not murder. Do not murder, verse 13. I'll ask you, have anyone committed murder? No, we have never committed murder. And that's an answer, no doubt. We have never committed murder. Let's come to this portion. Matthew chapter 5, verse 21 to 23. Can anyone read? Matthew chapter 5, verse 21 to 23. Matthew chapter 5, verse 21 to 23. Kezia, Baiju, വായിക്കാൻ പറ്റുമോ? Matthew 5, 21 to 23. Matthew 5, 21 to 23.
You have heard that people were told in the past, do not commit murder. Anyone who does will be brought to trial. But now I will tell you, whoever is angry with his brother will be brought to trial. Whoever calls his brother, you good for nothing, you will be brought before the council. And whoever calls his brother a worthless fool will be in danger of going to the fire of hell. So, if you are about to offer your gift to God at the altar, and there you remember that your brother has something against you. Thank you so much, Kasiya. So this portion, do not murder, ഇതിന്റെ കണക്ഷൻ വെച്ചാ വായിക്കുന്നത്. ഈ സർമൺ ഓൺ മൗണ്ടിൽ ക്രിസ്തു പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഗിരിപ്രഭാഷണമാണ്. ഇവിടെ ഇറ്റ്സ് ഇൻ കണക്ഷൻ murder just says, everyone who is in anger with his brother will be subject to judgment. Anger. If you have committed anger against others, if you have anger, prejudice, prejudgment about others, you are committing a murder in your life. എൻ്റെ ഒരു സഹോദരൻ സഹോദരി എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നേരെ എനിക്കൊരു ക്രോധം ഉണ്ടാകുമ്പോൾ ആങ്കർ ഉണ്ടാകുമ്പോൾ പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് എനിക്ക് ബന്ധം അങ്ങ് അകൽച്ച ഉണ്ടാകുമ്പോൾ അവിടെ ഞാൻ എൻ്റെ മനസ്സിൽ അവരെ കൊന്നുകളയുകയാണ്. ഐ എം ഡിഫീറ്റിംഗ്, ഐ എം ഡിസ്ട്രോയിങ് ദാറ്റ് പേഴ്സൺ ഇൻ ലൈഫ്. ഗോഡ് സേസ് ഡു നോട്ട് മർഡർ. കൊലപാതകം ചെയ്യരുത്. We need to think and rethink on this. Where are we? Let's go through the first to 6 commandments. First is worship no God but me. Second is not worship idol. Third is do not take my name in vain. Fourth, observe Sabbath, keep it holy. Fifth is obey your parents. And sixth is do not murder. Next one, do not adultery. Verse 14, do not adultery. There's a one-line caption called ethics reflects optics. Ethics reflects optics. എൻ്റെ കണ്ണോട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്താണ് അത് ഞാൻ കണ്ണോട് കാണാൻ ആഗ്രഹിക്കും. What is in my mind, I'll try to see through my eyes. My ethics reflects my optics. Optics has almost become adulterated every time. നമ്മളിപ്പം ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ കാലഘട്ടത്തിലാണ്. We are in a social distance. There was once a time when we used to say സാമൂഹികമായ അകൽച്ച ഒരിക്കലും ചെയ്യല്ലേ, നമ്മൾ എല്ലാവരെയും കൂടെ നടത്തണമെന്ന്. എന്നാൽ ഇപ്പം സാമൂഹികമായ അകൽച്ച വെക്കാൻ പറയുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്. We also need to know this social distancing has created the time of virtual happening much into social media. Social media സമയം ഒരുപാട് കൂടിയിരിക്കുകയാണ്. We need to know and we need to think where we need to keep some distance. Social distancing, there should also be a digital distancing which I need to think and study. Why digital distancing? When I was in Coimbatore, when I was serving in Coimbatore, what happened once, we have so many college students and their groups. ഒരു ദിവസം ഒരു കോളേജ് സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഒരു ആ സമയത്ത് ഒരു കമ്മിറ്റി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോളേജ് സ്റ്റുഡന്റ് ആ സമയത്ത് വിളിച്ചു പറഞ്ഞു, അച്ഛൻ, I have posted a photo in the group, please delete it as fast as possible. I have posted a photo in the group, please delete it as fast as possible. And I was in the committee meeting and I had to come out. I asked, what is the photo all about? Achan, please delete it as fast as possible. So actually in the mobile auto download in the feature webcam, and I was not knowing what it is, and I deleted it. And thereafter I called, I deleted from my phone. And again she said, Achan, is this not deleted? I said, Mola, I can't delete because I can only delete mine, not yours. Then I asked her, what's the problem and the issue? She said, Acha, by mistake, I sent a photo to my friend. It has come here. And what photo she sent? She sent her nude pics to her boyfriend. She was sending her nude pic to her boyfriend, but by mistake, it has come to the college group. The college group. By mistake. I had no other option. What could I do? I was one of the admin of the group. I had to remove everyone from the group. Group remove it. And again, I added everyone. So by that time, if somebody has downloaded or seen, I don't know. But this happens. My dear brothers, sisters, my dear youngsters, this happens. Where are we sending pics? Where are we sending photos? We don't know. And the youth, we don't know who the persons are. Who are we sending photos? Who are we sending the pics? And what are they doing with that? We don't know. This happens. These are happening in our surroundings by mistake, or we just have a friendship with someone through net or through call, or we believe them in such a way that we send across everything then, and we land up in troubles. Here, the word of God says,
Do not do adultery. Do not do adultery. Let's come to the 8th commandment. Do not steal. മോഷ്ടിക്കരുത്. Verse 15. Do not steal. മോഷ്ടിക്കരുത്. ഇവിടെ മോഷണം സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാലേ നമ്മുടെ വീട്ടിനകത്താ മോഷണം സ്റ്റാർട്ട് ആകും. This stealing starts. How? Very, very, very comedy, ഇത് മിക്കവാറും സംഭവിക്കുന്ന വീട്ടിൽ എങ്ങനെ വെച്ചാൽ പപ്പയുടെ ഒരു പാന്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. മമ്മി പോയി പപ്പയുടെ പാന്റിൽ പേഴ്സിന്ന് പൈസ എടുക്കുന്നു. മക്കളത് കാണുകയാണ്. അത് പാരന്റ്സ് റിലേഷൻ ആണല്ലോ. നിന്റെ പൈസ എന്റെ പൈസ, എന്റെ പൈസ നിന്റെ പൈസ എന്നാണല്ലോ. എന്നാൽ ഇവിടെ കൊച്ചു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ പോയി അപ്പന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് എന്തെങ്കിലും ആവശ്യം. For him, it is like a normal thing. It is normal thing. That hasn't grasped in the child's mind. Taking from someone's purse is normal thing. ഇത് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ആ കൊച്ച് കൂടെ നിൽക്കുന്ന ഒരു സഹപാഠി ആയിരിക്കാം. ആ കൊച്ചിന്റെ ആദ്യമേ ഒരു പെൻസിൽ എടുക്കും, പിന്നെ പേന എടുക്കും, പിന്നെ റബ്ബർ എടുക്കും, അങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കും. എവ്രിതിങ് വൺ ബൈ വൺ എടുത്തുകൊണ്ടിരിക്കും. അവിടാണ് ഈ മോഷണം തുടങ്ങുന്നത്. ഈ സ്റ്റീലിംഗ് തുടങ്ങുന്നത് വീട്ടിൽ അറിയാതെ തുടങ്ങി. അത് പോകുന്നില്ലായിടത്തും കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് ദ ചൈൽഡ് വിൽ ബിക്കം എ വെരി ബിഗ് തീഫ്. അത് നടക്കുന്ന ചോദിച്ചാൽ ഇറ്റ് സ്റ്റാർട്ടഡ് സംവെയർ. ഡു നോട്ട് സ്റ്റീൽ. നമ്മൾ ഇത് സ്റ്റീൽ ചെയ്യാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുന്നത്. ഹൗ വി ഷുഡ് ടീച്ച് us. You all, many of you are college students. When you are submitting a thesis, your work, something like that, when you do a plagiarism work, that is stealing. Plagiarism ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം you will be so relieved, so relaxed, നമ്മുടെ വർക്ക് തീർന്നു പോയല്ലോ, so happy, but you won't be content. The reason is it's not your work. That's called stealing. നമ്മൾ മിക്കവാറും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നത് do not steal. 9th commandment says, do not bear false witness. കള്ളസാക്ഷ്യം പറയരുത്. That's called false allegations. കള്ളസാക്ഷ്യം പറയരുത്. നമ്മൾ അറിയാ ചെയ്യുന്ന കാര്യങ്ങളാണ്. 2 കൂട്ടുകാർ ഒരുമിച്ച് നിൽക്കുന്നു, ഭയങ്കര സന്തോഷം സംസാരിക്കുന്നു. മൂന്നാമത്തെ ഒരു ഫ്രണ്ട് ഇടയ്ക്കോടെ കയറി വരുമ്പോൾ 3 പേരും പിന്നെ ഭയങ്കര സംസാരമായിരിക്കും. ഈ മൂന്നാമത്തെ ആള് പോകുമ്പോൾ ആയിരിക്കും അവിടെ പുറകെ നിന്നോട് കുറ്റം പറയുന്നത്. ഫാൾസ് അലിഗേഷൻസ്, കുറ്റം പറയുക, കള്ളസാക്ഷ്യം പറയുക. അവിടെയാണ് മാസ്കിംഗ് ദ ഫേസ് എന്ന് പറയുന്നത്. യു മാസ്ക് യുവർ ഫേസ് ആൻഡ് യു സ്പീക്ക് ഇൻ ബിഹൈൻഡ് ടു ദം, യു സ്പീക്ക് അഗെയിൻസ്റ്റ് ദം. അവിടെയാണ് മാസ്ക്. That happens in life. Do not bear false witness. And 10th is do not covet. Do not covet. എന്റെ സഹോദരന്റെ യാതൊന്നും മോഹിക്കരുത്. Do not covet. Greed is what makes us to covet. Economics പഠിച്ച എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. Economics says one thing. Human wants are recurring. നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും നിൽക്കത്തില്ല. Human wants are recurring. അപ്പോൾ one want satisfied ആകുമ്പോൾ another want satisfy ആകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. Human wants go on recurring. That happens to us. ഇവിടെ most of the desire comes from what we don't have. എന്റെ ചിലത് ഇല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നീഡ് ഉണ്ടാവും, എനിക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്കിത് കിട്ടിയാൽ നല്ലതായിരുന്നു, എനിക്കത് കിട്ടിയാൽ നല്ലതായിരുന്നു. അതുണ്ടാകുന്ന എങ്ങനെ ചോദിച്ചാൽ എനിക്കില്ലാത്തപ്പോഴാണ്. James chapter 1 verse 15 says, desire gives birth to sin, and sin grows and gives birth to death. Desire gives birth to sin, and sin grows and gives birth to death. നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്റെ മനസ്സിൽ ഡിസയർ പോയിട്ടുണ്ട്. ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ, anything you have, bike, car, house, everything. You may desire from others that they have this, I don't have. Here God says, do not covet your neighbor's anything. Whatever you got, it's your gift. God has given you gift. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മൾ ഈ വായിച്ച 10 കൽപ്പനകൾ, 8 commandments. 8 commandments says do not, while 2 commandments says observe and obey. Observe Sabbath and obey your parents. നമുക്ക് ചിന്തിക്കുമ്പോൾ 10 words, decalogue, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എസെൻഷ്യൽ ആയ കാര്യങ്ങളാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. The 10 commandments. നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചു, അതിനുശേഷം മറന്നുപോയി. സൺഡേ സ്കൂളിൽ പഠിച്ചു മാറ്റി വെച്ചു. ഇപ്പോൾ വേറെ പല കാര്യങ്ങൾ വന്നിരിക്കും. But my dear youth, let me request you. Let's learn these 10 commandments in our life. Let's imbibe the 10 commandments in life. It's very, very essential. To all the youth participating in the youth meeting of this Habal Marthoma Youth Unisechems, let's imbibe in our mind. Let me learn the 10 commandments. Let me recollect the 10 commandments. അതെന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാണെങ്കിൽ എത്രമാത്രം അനുഗ്രഹം എനിക്കുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞുകൊണ്ട് my relation with God and my relation with others, how it will be. That's how we focus on life. Let's this decalogue, the study of the 10 words, the study of the 10 commandments,
be a new pathfinder in your life. May God bless you all. Thank you very much. I thank Prince Sachin for giving me this opportunity to speak to ഈ ഒരു ലോക്ക്ഡൌൺ കാരണം കൊണ്ടാണ് എനിക്ക് ഈ ഒരു മീറ്റിംഗ് വന്ന് സംബന്ധിക്കാൻ സാധിച്ചത്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഐ ഓൾസോ want to thank Maria and Philip for a blessed and beautiful song. Kezia and Winnie for the prayers rendered. Thank you all very much. God bless you all. നിങ്ങൾക്ക് എന്തെങ്കിലും അച്ഛനോട് ചോദിക്കാണ്ട്, if you want to ask something, Acha will give the clarifications. നിങ്ങളുണ്ടോ? ഇല്ല അച്ഛാ. ഇല്ല. സാംജി പ്രാർത്ഥിക്കും. സാംജി കേൾക്കുമോ? കേൾക്കാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തം വിശ്വസ്തനും വാക്കുമാറാത്തനും ഞങ്ങളെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, ഹെബാൽ ജെറുസലേം വാർത്തം യുവജനമായിട്ട് കർത്താവേ കൂടി വരുവാൻ അവിടുന്ന് ചെയ്ത കുറവുകൾക്ക് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സായം സന്ധ്യയിൽ കർത്താവെ ബഹുമാനപ്പെട്ട കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സൺഡേ സ്കൂളുകളിൽ പഠിച്ച 10 കൽപ്പനകൾ ഒരിക്കൽ കൂടി ഓർക്കുക കർത്താവെ. ഞങ്ങൾ മറന്നുപോയവയെ പലരെയും കർത്താവ് ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് കർത്താവെ ഈ സമയത്ത് അവിടുന്ന് ഓർപ്പിച്ച കൃപയെ സ്തുതിക്കുന്നു. കർത്താവെ, നീയുമായിട്ട് ബന്ധത്തില് കർത്താവെ, സമൂഹമായിട്ട് ഞങ്ങളുടെ ബന്ധത്തിലും കർത്താവെ ഞങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന കൽപ്പന കൂടെ കർത്താവെ പ്രസാദത്തിന് ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. കർത്താവെ, നീ അല്ലാതെ മറ്റൊരു ദൈവത്തിന് മുൻപാകെ വണങ്ങരുതെന്നും കർത്താവെ നിന്നെ മാത്രം ആരാധിക്കാമെന്നും കർത്താവെ ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ഓർക്കുവാൻ കർത്താവെ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ അവിടുന്ന് ചെയ്യുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തുക പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് ഞങ്ങൾ ജീവിതത്തിൽ കർത്താവെ ഈ കേട്ട വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ പാകപ്പെട്ട് മുൻപോട്ട് ക്രമീകരിക്കാൻ അവിടുന്ന് എന്ന പ്രാർത്ഥന സമർപ്പിക്കുന്നു. അച്ഛനോട് കൂടെ ഇരുന്ന് അച്ഛനെ നിന്റെ വചനം അച്ഛൻ നിങ്ങൾക്ക് തന്ന കൃപകൾക്കാണ് ചെയ്യുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. കർത്താവെയും കൃപയുടെ സാന്നിധ്യത്തിൽ അവിടുന്ന് ഞങ്ങളെ കൂട്ടി മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise. What of thanks. First of all, thank you, Samachin, for the wonderful message that you gave. Diklagos, that was something so important. Probably, Samji Parana Madri, we've learned it in Sunday school, but again, to rethink on those 10 commandments, which seems to be very simple but so deep. And etra praya ayalum, however old we grow, it is something that has to be the base of our Christian life. And I thank all our Hebbal youths for being part of it, and also all the other youths from other parishes who are able to join. Thank you so much for joining and being a part of this fellowship. Thank you. സാമജൻ പ്രാർത്ഥിച്ച് ആശീർവാദം. ഞാൻ പ്രാർത്ഥിക്കാം. അച്ഛൻ ആശീർവാദം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഹെബാൽ മാർത്തമ്മ യൂണിവേഴ്സിറ്റി അംഗങ്ങളായി കൂടാൻ ലഭിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവെ. അല്പനിമിഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വചനം ധ്യാനിച്ചു. 10 കൽപ്പനകൾ കർത്താവെ അതിൽ കൂടി യാത്ര ചെയ്തു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ കൽപ്പനകൾ അനുസരിച്ച് കർത്താവ് ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇടവവികാരത്ത് പ്രാർത്ഥിക്കുന്നു. ഫ്രണ്ട്സ് അച്ഛനെയും കൊച്ചുമയും മക്കളെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സംയുക്തമായ അവിടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീർന്ന കൃപകൾക്കായി നന്ദിയോട് കർത്താവെ സ്തുതിക്കുന്നു. അനേകരെ കർത്താവെ കൃപയിലേക്കും കർത്താവെ പ്രത്യേകിച്ച് ശുശ്രൂഷയിലേക്കും ഒരുക്കത്തക്ക രീതിയിൽ പ്രിയ അച്ഛനെടുത്ത് ഉപയോഗിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യുവനസഖ്യ അംഗങ്ങളടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിന്റെ കൃപസ്ഥാനം വ്യാപരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒപ്പായിരിക്കുന്ന കർത്താവെ BD സ്റ്റുഡൻസിനെയും കർത്താവിനൊപ്പായിരിക്കുന്ന സാറുമാരെ എല്ലാവരും പ്രാർത്ഥന കൃപ മക്കളെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്നവൻ കൃപകൾക്കെല്ലാം യേശു നാമത്തിൽ തന്നെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമാകുന്ന വലിയവനായ ദൈവത്തിന്റെ കൃപയും കാവലും നമ്മൾ എല്ലാവരുടെ മേലും കൂടിയിരുന്നു സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു സാമജ. Thank you, Achin. Thank you so much for calling me. Thank you. Thank you. Amen.
വിശേഷം ഉണ്ടോ? എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടോ? അനൗൺസ്മെന്റ് വല്ലതും ഉണ്ടോ? നാളെ 7:30 സർവീസ് ഉണ്ട്. എല്ലാവരും ലൈവായിട്ട് ചെയ്യാനായിട്ട് അതനുസരിച്ച് വൈകിട്ട് ലിങ്ക് ഇടും. അപ്പൊ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാനായിട്ടോ. ഈവനിങ് പ്രെയർ ഉണ്ട് ജോസഫ് ഡാനിയൽസിന്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും വിശേഷം പറയാനുണ്ട് പറയാം.